ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ മുട്ടയും ഈ പച്ചക്കറികളെല്ലാം കൂടെ കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം, ഡിന്നറായിട്ട് ഉപയോഗിക്കാം, 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം, പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോയി ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാബേജിൻ്റെ 3 ഇലയെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഇലയും കൂടെ കഴുകിയിട്ട് ക്യാബേജ് പൊളിച്ചെടുക്കത്തില്ലേ, മേളത്തെ ഇല എടുത്തിട്ട് അത് കഴുകി ചുരുട്ടി അരിഞ്ഞെടുക്കുന്നതേ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കെ. പിന്നെ കുറച്ച് ഒരു 50 ഗ്രാം ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി സ്വീറ്റ് കോൺ. പിന്നെ ഒരു 50 ഗ്രാം ഗ്രീൻ പീസ്. അപ്പോൾ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഈ സ്വീറ്റ് കോണില്ലേ അത് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ച്, അരയരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണ്ടേ. നമ്മൾ സ്വീറ്റ് കോൺ ചതച്ചത് ഇതുപോലെ ചതയാവുള്ളൂ, അരയരുത്, ചതച്ചു കൊണ്ട് വെച്ച്. ഇനി ഈ ഗ്രീൻ പീസും ഇതുപോലൊന്ന് ചതച്ചെടുക്കേ. കണ്ടില്ലേ, ഇതും ചതച്ചെടുത്തിട്ടുണ്ടേ. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതിനകത്ത് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഒരു 2 ടേബിൾ സ്പൂൺ, അത്രയും ഇല്ല, നോക്കട്ടെ, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് കണ്ട് 3 വലിയ അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, 3 പച്ചമുളക് ഗ്രേറ്റ് ചെയ്തേ. ഇതെല്ലാം കൂടെ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി, ഓനെ അങ്ങ് വഴന്ന് വരണ്ട, ചെറിയൊരു വഴല്, ആ പച്ച മണം ഒന്ന് മാറി കിട്ടുന്നത്. ഈ വഴന്ന് വന്ന ഈ സമയം മതി കേട്ടോ, ഈ തോന്നിയത് ഒരു 10-30 സെക്കൻഡ്. ഇതിനകത്തോട്ട് ഒരു സവാള കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് അതിട്ട് കൊടുക്കേ. പക്ഷെ എൻ്റെ കയ്യിൽ ഇത്രയും പച്ചക്കറി ഇതുപോലെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അല്ലെങ്കിൽ കിഴങ്ങോ ക്യാരറ്റോ പിന്നെ ബീൻസോ ഗ്രേറ്റ് ചെയ്ത് തന്നേ. ബീൻസ് ആണെങ്കിൽ ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ്, ഇനി ഇതിനകത്തോട്ട് ഈ ക്യാരറ്റ് ഇരിക്കുന്നില്ലേ അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒന്നും ആദ്യം ഓരോന്നോരോന്നിട്ട് വഴക്കണ്ട, ഒരുമിച്ചേന്നിടാം, എല്ലാം മിക്സ് ചെയ്യുന്ന ആ സമയമല്ലേ. ഇതിനകത്ത് ഈ ക്യാബേജ് അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദി തന്നെ. ഇനി ഇതിലോട്ട്
കാര്യം ഇതിനൊന്നും വലിയ വേവില്ലല്ലോ. ഈ കോൺ ചതച്ചെടുത്ത് കൊടുക്കേ. ഈ ഗ്രീൻ പീസ് ചതച്ചത് ഇട്ട് കൊടുക്കേ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കവർ ചെയ്തൊന്നും കൊടുക്കണ്ട, ഇത് ഇങ്ങനെ തന്നെ കിടന്നാൽ മതിയേ. നമ്മൾ തുറന്ന് വെച്ചാൽ ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം, മീഡിയത്തിന് താഴെ വെക്കാം. ഒന്ന് 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ പച്ചക്കറി എല്ലാം റെഡിയായേ. ഒരു 2 മിനിറ്റ് ഞാൻ ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിന്നിട്ടേ. ഇനി ഇതിനകത്ത് ഈ കുറച്ചിട്ടേക്കാണ്. ഒരു 3/4 ടീസ്പൂൺ പിരിയം മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മതിയേ. ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കുകയാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊന്നും തണുക്കട്ടെ, ഇത് ചൂട് ചെറുതായിട്ടൊന്ന് പോണേ. ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് ഇരിക്കട്ടെ, ഇത് തണുക്കട്ടെ. ഇനി ഈ നേരം കൊണ്ട് നമുക്കിതിനകത്ത് ഈ 3 മുട്ട പൊട്ടിച്ച് വെച്ചേക്കുന്നില്ലേ, ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് പച്ചക്കറിയിൽ. ഇതിനകത്ത് ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ളൂ ഉപ്പേ, ഓനിടരുത്. ഉപ്പിട്ട് കൊടുത്ത് ഇതിനകത്ത് കുറച്ച് സീസണിങ് ഇട്ട് കൊടുക്കേ. ഒരു 1/2 ടീസ്പൂൺ. ഇത് നല്ലതൊന്ന് മിക്സ് ചെയ്യാം. ഇരിക്കട്ടെ, ഇതിൻ്റെ ചൂട് മാറിയോന്ന് ഇല്ല, ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. നമ്മുടെ ഈ തണുത്ത പച്ചക്കറി കൂട്ടില്ലേ, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം.
ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാനിനി ഗ്യാസ് ഓണാക്കട്ടെ. ഗ്യാസ് ഓണാക്കട്ടെ. സ്റ്റൗ ഓണാക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. ഇതിനകത്തോട്ട് 2 ചപ്പാത്തി ഇട്ട് കൊടുത്തേ. ചപ്പാത്തി ഭയങ്കരമായിട്ട് മൊരി ചെറുതായിട്ടൊന്ന് പാടിയാൽ മതി. ചൂടായില്ല കല്ല്. ഇതുപോലെ മതി. ഗ്യാസ് ഓഫാക്കി. ഇനി പാത്രം ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ കത്തിക്കേ. ഇതിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഈ ചപ്പാത്തിനകത്തോട്ട് വെച്ച് കൊടുക്കേ. തീ കുറച്ചിടാവേ. ഇതിലോട്ട് ഈ മിക്സില്ലേ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫാക്കേ. അതിനിപ്പം വേണ്ട, ഇതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് കത്തിക്കാം. ഇനി ഇതിലോട്ട് ഈ ചപ്പാത്തി ഇല്ലേ ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടേ. അതിനകത്ത് ശകലം ഉപ്പ്, ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി പോരുത്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഗ്യാസ് ഓണാക്കാം. തീ കുറയ്ക്കാം. തീരെ തീ കുറച്ചിടണേ.
ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ വെച്ചിരിക്കുന്നില്ലേ ഈ മുട്ട ഒഴിച്ചു കൊടുക്കേ. ഈ ബാക്കി മുട്ട ഞാനിവിടെ നിന്ന് വെച്ചേക്കേ. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് കവർ ചെയ്യാം. ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ചെറിയ തീയിൽ കേട്ടോ, തീരെ തീ കുറച്ചിട്ട്. നമ്മുടെ മുട്ട നോക്കിയേ. ഇനി ഇതിൻ്റെ പുറത്ത് തീ കുറച്ചിട്ടേക്കാണേ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ബാക്കി മുട്ടയില്ലേ അതുകൂടെ ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില, വേണമെങ്കിൽ വെച്ച് സീസണിങ് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതങ്ങ് ഒന്നും കൂടെ അടച്ച് വെക്കേ. കവർ ചെയ്ത് കൊടുത്തിട്ട് തീ ഇതുപോലെ തന്നെ കിടക്കേ, കുറഞ്ഞ് തന്നെ കിടക്കുക. ഇത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് നമുക്കെടുക്കാം. അപ്പം ഞാൻ ഇത് മൊത്തം ഒരു 6-7 മിനിറ്റ് ഇട്ടിട്ടുണ്ടേ. ഇനി ഞാൻ ഇതെടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് ഈ പ്ലേറ്റിലോട്ട് എടുക്കാം. ചൂടാണ്. ഓക്കെ, ഇതിൻ്റെ അടിയിലെങ്ങും പിടിച്ചിട്ടില്ലേ. അല്ല, ഇവിടെ ശകലം ഇതിവിടെ എങ്ങും പിടിച്ചിട്ടില്ല, കരിഞ്ഞിട്ടും ഒന്നുമില്ല. ഓക്കെ, ഞാൻ കാണിക്കാം. എന്നിട്ട് നേരെ വെക്കട്ടെ, ക്യാമറ നേരെ ആക്കട്ടെ. നമുക്കിത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പിള്ളേർക്കും പ്രായമായവർക്കും എല്ലാം പറ്റേ. ഇവിടെ ഒന്നും ഇതെല്ലാം വെന്തേ. ഞാൻ വെട്ടാം. ഞാനിത് കാണിച്ചു തരാം. അതായത് ഈ കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതെടുക്കാം. ഓക്കെ, വെട്ടി കാണിക്കാം. ചൂടുണ്ടേ. നല്ല ചൂടുണ്ട്. ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് എടുക്കാം. ഒക്കെ കഴിയും. കണ്ടില്ലേ നമ്മളെ കിടിലൻ. ഓക്കെ, അടിയിൽ നോക്കേ, അടി കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ അകമൊക്കെ ഉള്ളെല്ലാം നല്ല വെന്തിട്ടുണ്ടേ. അടിപൊളി ടേസ്റ്റിലൊരു എഗ്ഗപ്പം, വെജിറ്റബിൾ എഗ്ഗപ്പം. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ പച്ചക്കറി എത്ര കഴിക്കാത്ത പിള്ളേരായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളേ. അതുപോലെ വലിയവർക്കും പ്രായമായവർക്കും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് രാത്രി ഡിന്നർ ഇത് മതി, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മതി, പിന്നെ വൈകിട്ട് ചായക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം